നമ്മുടെ ടൊയോട്ട പോലെ തന്നെ മെയിൻ്റനൻസ് ഏറ്റവും കുറഞ്ഞൊരു വണ്ടിയാണ്. വണ്ടിയല്ല ബ്രാൻഡ് ഹോണ്ട എന്ന് പറയുന്ന ബ്രാൻഡ്. മെയിൻ്റനൻസ് ഭയങ്കര കുറവുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഡീസൽ ഹോണ്ടയുടെ വണ്ടികൾക്കൊക്കെ ഭയങ്കര മൈലേജ് ആണ്. കമ്പനിയൊക്കെ 30 പറയുന്നുണ്ട്. നമുക്ക് 24 കിലോമീറ്റർ എങ്ങനെ ഓടിച്ചാലും 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട അമേസ് കേട്ടോ. നമ്മൾ ഈ വണ്ടി ഞങ്ങൾ അങ്ങനെ സെയിൽസിന്റെ വീഡിയോ ചെയ്യണതല്ല. ഒരു റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. റീ രജിസ്റ്റേർഡ് കേരള രജിസ്ട്രേഷനോട് മാറ്റിയ വണ്ടിയാണ് ഹോണ്ട അമേസ്. 24 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. എഞ്ചിൻ സൈഡോ വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. നമ്മളങ്ങനെ സെയിൽസിന്റെ വീഡിയോസും ചെയ്യാത്ത ആൾക്കാരാണ് കേട്ടോ. സെയിൽസിന്റെ വീഡിയോസ് ഒക്കെ ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം വണ്ടി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന വണ്ടികൾ മാത്രമേ നമ്മൾ സെയിൽസ് ഇടാറുള്ളൂ. പിന്നെ ഞാൻ സെയിൽസിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ചെയ്യാത്തതാണ്. കാര്യം നമുക്ക് നല്ല വണ്ടികൾ വന്നു കഴിഞ്ഞാൽ എടുത്ത് നല്ല ചെറിയ പണി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം വർക്കൊക്കെ തീർത്തതിന് ശേഷം വണ്ടി കൊടുക്കാം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ചെയ്യാത്തതാണ്. പക്ഷെ നമുക്കിപ്പോൾ ഈ വണ്ടി വന്നേക്കുന്നത് എനിക്ക് അറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വണ്ടിയാണ്. നമ്മുടെ ചാലക്കുടിത്തുള്ള ഒരു ചേട്ടന്റെ വണ്ടിയാണ്. അപ്പോൾ ഞാൻ കുറെ കാലം ഞാൻ തന്നെ കുറെ കാലം മീൻസ് ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ എൻ്റെ പോളോ തിരക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടി കൊണ്ടാണ് പോകാറ്. ഞാൻ കുറെ ഓടിച്ചൊക്കെ നോക്കാറുള്ള വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ചെറിയ 1-2 പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ടക്ക് 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 നോയ്സ് വയ്ക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഷോക്ക് മൗണ്ട് കംപ്ലൈന്റ് ആണ്. അപ്പോൾ ഈ വണ്ടി സെയിൽ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം അവിടെയൊക്കെ ചെറിയ പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. കൊടുക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടേക്കുന്നതാണ്. അപ്പോൾ വണ്ടി വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ അലോയ്സും കാര്യങ്ങളൊക്കെ കയറ്റിയ എക്സ്ട്രാ അലോയ്സ് ഒക്കെ കയറ്റിയേക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമ്മൾ തന്നെ സർവീസ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതുവരെ കമ്പനി സർവീസ് ആയിരുന്നു, അപ്ഡേറ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയായിരുന്നു. പക്ക കമ്പനി സർവീസ് വണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്താണ് വണ്ടി സർവീസ് ഒക്കെ ചെയ്യുന്ന. നമ്മുടെ ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ സീറ്റ് ഓവറിന് എക്സ്ട്രാ അടിച്ചോ കാര്യങ്ങളൊന്നും അല്ല. കമ്പനി സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ഉള്ള നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ വാഷ് ചെയ്ത് കുട്ടപ്പനായിക്കൊണ്ടൊന്നുമല്ല. ഞാൻ നമ്മളെ വണ്ടി യൂസ് ചെയ്യണ ആ ഒരു കണ്ടീഷൻ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കാറുള്ളൂ. അല്ലാണ്ട് സെയിൽസിന് വേണ്ടിയിട്ടൊന്നും വാഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കാറില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വണ്ടിയുടെ ശരിക്കുള്ള കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുത്താൽ മതി. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ ആണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, കറക്റ്റ് കാര്യങ്ങളല്ലാതെ നമ്മൾ വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ടൊന്നും എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാറൊന്നുമില്ല. നിങ്ങൾ വണ്ടി ഡയറക്റ്റ് നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. വണ്ടിയുടെ അകമൊന്നും കണ്ടു നോക്കിയോ ജസ്റ്റ്. നമ്മുടെ അകമൊക്കെ അത്യാവശ്യം ബേജ് കളറിൽ തന്നെ നമ്മൾ എക്സ്ട്രാ സീറ്റ് ഓറും ചെയ്ത് അലമ്പൊന്നും ആക്കിയിട്ടൊന്നുമില്ല. കമ്പനി സീറ്റ് ഓർ തന്നെ കിടക്കുന്നത്. വേറെ എക്സ്ട്രാ സീറ്റ് ഓറും കാണാൻ ചെയ്തില്ല. ബേജ് കളറിൽ തന്നെയാണ് സീറ്റ് കിടക്കണം. വണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടൊന്നുമില്ല. വണ്ടി നോർമൽ കണ്ടീഷൻ തന്നെ കിടക്കണേ. പോളിഷ് ചെയ്തൊന്നും മെഡിസിലാക്കിയിട്ടൊന്നുമില്ല. വണ്ടി അവിടെയൊക്കെ റീപെയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ടച്ചിങ് പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഉള്ളവരും പറയാലോ. ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ തന്നെ കുറെ ആൾക്കാർ പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ട് വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 കൊല്ലമായിട്ട് എനിക്ക് അറിയാവുന്ന ഡയറക്റ്റ് അറിയാവുന്ന വണ്ടിയാണ്. അതല്ലാതെ മറ്റേ ആക്സിഡന്റ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് പറയുന്നൊന്നുമല്ല. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ചെറിയ ടച്ചും പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ മേജർ ആക്സിഡന്റ്സോ കാര്യങ്ങളും സംഭവിച്ച വണ്ടിയൊന്നുമല്ല. ചെറിയ ടച്ച് ആൻഡ് പോളിഷിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് 100% ഗ്യാരണ്ടി ഞാൻ തരാം. വേറെ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും എനിക്ക് 1.5 കൊല്ലമായിട്ട് അറിയുന്ന വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. ആളുടെ നമ്പർ കൊടുക്കാം, കസ്റ്റമർ നമ്പർ ഡയറക്റ്റ് കൊടുക്കാം. ഇതിലെനിക്ക് കമ്മീഷനോ കാര്യങ്ങളോ മേടിച്ചിട്ട് വരുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ഡയറക്റ്റ് പുള്ളിനെ വിളിക്കാം. 2015 വണ്ടിയാണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു ലേഡി അഡ്വക്കേറ്റ് യൂസ് ചെയ്ത വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടിക്ക് നമ്മൾ ഇൻഷുറൻസ് എടുത്തിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 28 IDV വാല്യൂ 4 ലക്ഷം രൂപ വരെയുണ്ട്. നമുക്ക് 3.5 ലക്ഷം രൂപ വരെ വണ്ടിക്ക് ലോൺ കിട്ടും. നമ്മൾ പറയുന്ന റേറ്റ്, നമ്മളല്ല വണ്ടിയുടെ ഓണർ പറയുന്ന റേറ്റ് 3 ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില പറയുന്നത്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ വണ്ടിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടക്കും. 3 ലക്ഷമാണ് പുള്ളി പറയുന്ന റേറ്റ്. ഈ രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് കേരള വണ്ടിക്ക് എന്ത് വരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏകദേശം. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. ആവശ്യമുള്ളവർ ആളെ കോൺടാക്ട് ചെയ്തോളൂ. എനിക്കറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വണ്ടിയുടെ ഓണർ. മാക്സിമം നമുക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ നമുക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി തരും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി എടുക്കാം. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ അടുത്ത് തന്നെ വണ്ടി പണിയണത്. വേറെ വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരുപാട് യൂസ് ചെയ്ത വണ്ടിയാണ്. കാര്യം എൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് എൻ്റെ ഏറ്റവും അവസാനം എൻ്റെ മമ്മിക്ക് ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്ത് പോലും ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്നത്. മമ്മിക്ക് കിഡ്നിക്ക് ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഞാൻ ഈ വണ്ടി കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ പേടി നിങ്ങൾ പേടിക്കേണ്ട. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജ് ഉണ്ട്. 23-24 കിലോമീറ്റർ റേഞ്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്.
നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ചെറിയ റീപെയിന്റുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്, അത് ഞാൻ എടുത്ത് പറയുന്നു. ചെറിയ 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 റീപെയിന്റിങ്ങുകളൊക്കെ ഉണ്ട്. അലോയ്സ് ഒക്കെ നമ്മൾ എക്സ്ട്രാ കയറ്റിയേക്കുന്നത് ഫ്രഷ് അലോയ്സ് ഒക്കെ മേടിച്ച് കയറ്റിയേക്കുന്ന വണ്ടിയാണ്. പുള്ളി 1.5 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഈ 1.5 കൊല്ലമായിട്ട് പുള്ളി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വണ്ടി ഓണർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളി 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഓടിക്കുന്നുണ്ടെങ്കിൽ ഞാനും അതേപോലെ തന്നെ 15 കിലോമീറ്റർ ഞാനും ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഉറപ്പായിട്ട് പറയണത് വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഓട്ടോടെക്കിലോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ ശരിയാക്കി തരും. അതൊന്നും പേടിക്കൊന്നും വേണ്ട. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ലേബർ ഫ്രീ ആയിട്ട് ചെറിയ സസ്പെൻഷൻ വർക്കോ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരും. ലേബർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ചെറിയ റീപെയിന്റുകൾ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വണ്ടിക്ക് ആവശ്യമുള്ള ആൾക്കാർ, വണ്ടിക്ക് ജെനുവിൻലി ആവശ്യമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആരോട് സംസാരിച്ചോളൂ, വണ്ടി എടുത്തോളൂ, ധൈര്യമായിട്ട് എടുത്തോളൂ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ.